നിങ്ങളുടെ മക്കൾ വലിയവരാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത് ചെയ്യേണ്ടതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഇരുവരും എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ അപ്പനും അമ്മയും, സക്കറിയ പുരോഹിതനും എലിസബത്തും. ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായപ്രമാണങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അവർക്ക് കിട്ടിയ മകനാണ് യോഹന്നാൻ. അതിൻ്റെ അർത്ഥം എന്നാണ്? മകനും മകളും എന്താകണമെന്നുള്ളതിൻ്റെ നിശ്ചയം ദൈവത്തിൻ്റേതാണ്. എന്നാൽ ആ ദൈവനിശ്ചയത്തോട് എങ്ങനെ അപ്പനും അമ്മയും പ്രതികരിക്കുന്നു എന്നുള്ളത്, എങ്ങനെ അവർ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ വ്യക്തിത്വം 2 പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഹെറിഡിറ്റി എന്ന് പറയും, പാരമ്പര്യം. രണ്ടാമത്തേത് ഒരാളുടെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ജീനുകളിൽ നിന്ന്, ക്രോമസോമുകളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സംവേദിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ചില ട്രെയ്റ്റ്സ്. അത് നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് മാതാപിതാക്കളുടെ മാത്രമല്ല, അതിന് പുറകിലേക്കുള്ള തലമുറകളിൽ നിന്ന് പോലും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ജീനുകളുടെ, ക്രോമസോമുകളുടെ ഇമ്പാക്റ്റ് അതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൽ നമുക്ക് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരാളുടെ വ്യക്തിത്വ വികസനത്തിൽ പരിസ്ഥിതിയുടെ റോൾ, എൻവയോൺമെൻറ്റിൻ്റെ റോൾ, അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പരിസ്ഥിതികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എൻവയോൺമെൻറ്റ്, ഒന്നാമത്തെ പരിസ്ഥിതി അമ്മയുടെ ഗർഭപാത്രമാണ്. ഒരു മനുഷ്യജീവൻ്റെ ആരംഭം അത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. എന്നാൽ ഞാൻ പ്രത്യേകിച്ചും യുവദമ്പതികളോട് പറയും, ഒരമ്മയുടെ ഉദരത്തിലല്ല ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത്, ഒരപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിലാണ് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത്. അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ ജനിക്കുന്ന കുഞ്ഞ് അതിൻ്റെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൽ സാരമായ സ്പർശം മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പമാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശാരീരിക, മാനസിക, ആത്മീക വ്യാപാരങ്ങൾ ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഉദാഹരണമാണ് 2 അമ്മമാരുടെ കൂടിക്കാഴ്ച. അത് എലിസബത്തും മറിയമ്മുമായിരുന്നു. മറിയം 6 മാസം ഗർഭിണി, എലിസബത്ത് 6 മാസം ഗർഭിണി, മറിയം ഗർഭത്തിൻ്റെ ആദ്യ നാളുകൾ. ഈ 2 അമ്മമാർ തമ്മിൽ കൂടിക്കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ യോഹന്നാൻ, 6 മാസം പ്രായമായ യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? ഒരമ്മയുടെ ചുറ്റുവട്ടങ്ങൾ, ഒരമ്മയുടെ മാനസിക വ്യാപാരങ്ങൾ, ഒരമ്മയുടെ സന്തോഷം, ദുഃഖം, ഇതൊക്കെ ഒരു കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കുവാൻ സാധിക്കും എന്നാണ്
സയൻസിന് ഇത് തെളിയിക്കുവാൻ 20 നൂറ്റാണ്ടേലും വേണ്ടി വന്നു. സഭയ്ക്ക് അത് വിശ്വസിക്കുവാൻ ആദിമ നൂറ്റാണ്ടിൽ തന്നെ സാധിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീകളും, എല്ലാ അമ്മമാരും, അമ്മമാരാകാൻ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഗർഭപാത്രം വിശുദ്ധ ത്രോണോസ് പോലെ വിശുദ്ധമായി സൂക്ഷിക്കണം. നിർഭാഗ്യവശാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്ന ഇടത്തിൻ്റെ പേരാണ് ഗർഭപാത്രം. യുദ്ധങ്ങൾ കൊണ്ടല്ല, ഭൂകമ്പങ്ങൾ കൊണ്ടല്ല, മഹാമാരികൾ കൊണ്ടല്ല, അബോർഷനുകൾ. ഒരു ദിവസം തന്നെ ലോകത്തിൽ ആയിരക്കണക്കിന് ജീവനുകൾ നശിപ്പിക്കപ്പെടുന്ന ഇടത്തിൻ്റെ പേരാണ് ഗർഭപാത്രം. ഒരമ്മയുടെ ജീവൻ രക്ഷിക്കുവാനും ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യുവാനും ഇടയാകുന്നതൊഴിച്ചാൽ ബാക്കി ഭൂരിഭാഗവും യാതൊരു ന്യായവുമില്ലാതെ, നീതീകരണവുമില്ലാതെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കയിൽ പഠിക്കുവാനുള്ള സാഹചര്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു ദിവസം ഒരു ചർച്ചയുണ്ടായി. ചർച്ചയുടെ ഭാഗമായി അബോർഷൻ, ഗർഭഛിദ്രം കടന്നു വന്നു. പാശ്ചാത്യ നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീ വളരെ വീറോടെ സംസാരിച്ചു. ദിസ് ഈസ് മൈ ബോഡി, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട് ടു ഡു എന്നവർ വളരെ ശക്തമായി ബാധിച്ചു. ഇതെൻ്റെ ശരീരമാണ്, എനിക്ക് എന്തും ഈ ശരീരത്തിൽ ചെയ്യാമെന്ന്. 2 പ്രശ്നമാണ് ഞാൻ ആ ചർച്ചയിൽ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ നിനക്ക് എന്തും ചെയ്യാമോ? ആരാ നിനക്കതിനുള്ള സ്വാതന്ത്ര്യം തന്നത്? രണ്ടാമത്തേതാണ് പ്രധാന ചോദ്യം. ഈ കുഞ്ഞ് ജനിക്കണ്ടെന്നും ജീവിക്കണ്ടെന്നും തീരുമാനിക്കാൻ നീ ആരാണ്? വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് ദാറ്റ് ഫീറ്റസ് ടു ബി ബോൺ ആൻഡ് ടു ലീവ്? ജനിക്കുവാനും ജീവിക്കുവാനും അവകാശം നിഷേധിക്കുവാൻ നിനക്കെന്താണ് സ്വാതന്ത്ര്യം? ഈ ചോദ്യം ഞാൻ ആ ക്ലാസ് റൂമിൽ ചോദിച്ച ഒരാളാണ്. ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, ഒരു മനുഷ്യനെ വലുതാക്കുന്നത്, ഒരു മനുഷ്യൻ എന്താകുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരിടമാണ് ഗർഭപാത്രം, അമ്മയുടെ ഉദരം. അതൊരു ത്രോണോസ് പോലെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അപ്പനും അമ്മയും എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ അന്തരീക്ഷം കുട്ടി ജനിച്ചു വളരുന്ന വീടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ശ്രദ്ധിക്കാതെ പോകുന്നു ഈ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിലെ വീടുകളിൽ. യോഹന്നാന്റെ ഭവനാന്തരീക്ഷം വേദപുസ്തകത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല എങ്കിലും, വിശദീകരിക്കുന്നില്ല എങ്കിലും നമുക്ക് വായിച്ചെടുക്കാം വരികളുടെ ഇടയിലൂടെ. പുരോഹിതനായ സക്കറിയായുടെ വീട്ടിൽ തീർച്ചയായും പ്രാർത്ഥനയുണ്ടായിരുന്നു. നീതിയുള്ള ജീവിതം അവർ നയിച്ചിരുന്നു, അത് വേദപുസ്തകം പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ഒരു വീട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഇന്നെനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും വീട് മതി, കുടുംബം വേണ്ട. വീട് വലുതാക്കുവാനായിട്ടുള്ള നെട്ടോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പേരാണ് കുടുംബം. വീട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് താമസിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ്. വീടല്പം ചെറുതായാലും വേണ്ടില്ല പ്രിയമുള്ളവരെ, കുടുംബം നന്നാകണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് സംസാരിക്കണം.
കുട്ടികളുമായി നല്ലതുപോലെ സംവേദിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. വീട്ടിലൊരു ധാർമ്മികതയുണ്ടാകണം, ഒരു മൊറാലിറ്റി അതുണ്ടാകണം. അല്ല എങ്കിൽ നമുക്ക് വലിയ വീടുണ്ടാകും, പക്ഷെ കുടുംബമുണ്ടാവുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ ഈ കൂട്ടായ്മയുണ്ടോ? ഭക്ഷണത്തിന് കൂട്ടായ്മയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയുണ്ടോ? സംസാരത്തിൻ്റെ കൂട്ടായ്മയുണ്ടോ? കൂട്ടായ്മയില്ലാത്തിടം എങ്ങനെയാണ് നമുക്ക് കുടുംബം എന്ന് പറയുവാൻ സാധിക്കുന്നത്? ഏറ്റവും വലിയ കൂട്ടായ്മ പ്രാർത്ഥനയുടെ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ഉണ്ടോ? ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പണ്ടുള്ളതിൻ്റെ അത്രയും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിഗമനം. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. അതിൻ്റെ പ്രതിസന്ധി നമ്മുടെ കുട്ടികളുടെ വളർച്ചയിലുണ്ട്. ഞാൻ പറയട്ടെ, നമുക്കൊരു വളർത്തുദോഷം ബാധിച്ചിട്ടുണ്ട്. വേണ്ടതുപോലെയാണോ വളർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷം അതോടൊപ്പം തന്നെയാണ് മാതാപിതാക്കളുടെ ഫിലോസഫി ഓഫ് ലൈഫ്. ജീവിതത്തെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കാണുന്നത്? ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്, ഹൂ ഈസ് എ സക്സസ്ഫുൾ പേരന്റ്? ആരാണ് വിജയിച്ച ഒരപ്പനും അമ്മയും? ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മലയാളിയുടെ ഒരു ഉത്തരം വിദ്യാഭ്യാസവും ജോലിയും ലഭിക്കുന്ന ശമ്പളവുമാണ് എന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം കുട്ടികളോട് പറയുന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, പഠിക്കുക, പഠിക്കുക, പഠിക്കുക. പഠിക്കട, പഠിക്കടി, പഠിക്കട, പഠിക്കടി. ഇതല്ലാതെ എന്താ പറയുന്നേ? ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മാത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് മാത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ പഠിച്ച് ഒരു സാധാരണക്കാരനായി ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോഴെൻ്റെ ഡിഗ്രി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദൈവകൃപയാൽ എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട്. അമേരിക്കയിൽ പോയി ഞാൻ ഡോക്ടറേറ്റ് ചെയ്തയാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു, 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒക്കെ പരീക്ഷ വന്നപ്പോഴും ബോർഡ് എക്സാമിനേഷൻ വന്നപ്പോഴും ഒരു ഞായറാഴ്ച ആരാധന മുടക്കുകയോ ഒരു സൺഡേ സ്കൂൾ മുടക്കുകയോ ചെയ്യാതെ പഠിച്ച ഒരാളാണ് ഞാൻ. ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പരീക്ഷ വന്നാൽ പള്ളിയിൽ പോകണ്ട, പരീക്ഷ വന്നാൽ സൺഡേ സ്കൂളിൽ പഠിക്കണ്ട, പഠിക്കട, പഠിക്കടി, പഠിക്കട, പഠിക്കടി. എവിടെ വരെ പോകുമെന്നാണ് നിങ്ങളുടെ വിചാരം? അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ദർശനം ഇത് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്താണ് ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ജീവിത വിജയത്തിന് എന്ത് വേണമെന്നാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പണമാണോ? പണം വേണ്ട എന്ന് ഞാൻ പറയില്ല. എന്നാൽ പണത്തിന് അങ്ങേപ്പുറത്തേക്ക് ചിലത് നൽകുവാനും ചിലത് നേടുവാനുമുണ്ട്. അതിൽ മാത്രമേ ജീവിതം വിജയിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം പ്രിയമുള്ളവരെ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഒരു ഇൻ്റർവ്യൂ, അതിൻ്റെ ഭാഗം കട്ട് ചെയ്തിപ്പം ആളുകൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളോടും പറയുന്നു, ഏറ്റവും കുറഞ്ഞത് ഒരു കാര്യം കൂടെ എങ്കിലും പഠിപ്പിക്കണം. എന്നെ കൂടെ നോക്കിക്കോണേന്ന്. ഏറ്റവും കുറഞ്ഞത് ഒരു കാര്യം കൂടെ എങ്കിലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പനെയും അമ്മയും മോനെ മോളെ നോക്കിക്കൊള്ളണമെന്ന്.
വല്ലാത്ത ഒരു കാലമാണ്. എനിക്ക് പ്രതിവിധിയൊന്നും പറയുവാനായിട്ട് സാധിക്കില്ല. എനിക്കറിയാം, മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദാണ്ട് പുതിയ 2 ഭദ്രാസനങ്ങളൂടെ. കാരണം എന്താണ്? കുഞ്ഞുങ്ങൾ പോകുന്നിടത്തെ സഭ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇതിന് ശേഷം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായി തുടങ്ങി. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് വൃദ്ധരുടെ ഒരു ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്നു. നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെയാകാം ഞാൻ തുമ്പമൺ ഭദ്രാസനത്തിൽ ചുമതലയെടുത്തപ്പോൾ 3 വൃദ്ധമന്ദിരങ്ങൾ ഇപ്പോൾ ഈ ഭദ്രാസനത്തിലുണ്ട്. കോവിഡിൻ്റെ സമയം എന്നെ വല്ലാതെ വേദനിപ്പിച്ച ചില സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം, ബാംഗ്ലൂരിൽ മാതാപിതാക്കളുടെ ഏതാനും കിലോമീറ്റർ അകലെ ഒരു മകനും മകളും, അവർ 2 പേരും 2 വീടുകളിൽ കുടുംബമായി താമസിക്കുന്നുണ്ടായിരുന്നു. കോവിഡിൻ്റെ 2ാമത്തെ വേവ് ബാംഗ്ലൂരിൽ അതിശക്തമായി അടിച്ച് അധികം ആളുകൾ മരിച്ചു. ബാംഗ്ലൂരിൽ ഞാൻ ചുമതലയുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ പള്ളികളിൽ കോവിഡ് റെസ്പോൺസ് ടീമുകളെ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളായിരുന്നു. അവർ ഈ PPE കിറ്റൊക്കെ ഇട്ട് ഭക്ഷണം എത്തിക്കേണ്ടടുത്ത് ഭക്ഷണവും, മരുന്നെത്തിക്കേണ്ടടുത്ത് മരുന്നും എത്തിച്ച്, ഉപകരണങ്ങൾ എത്തിക്കേണ്ടടുത്ത് അവരുടെ ജീവൻ തൃണവൽക്കരിച്ചവർ സഞ്ചരിച്ചു. വീടിനകത്ത് കയറില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പോലീസിൻ്റെ സഹായത്തോടെ അവർ വീടിൻ്റെ പടിക്കൽ വരെ ഇതൊക്കെ എത്തിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ മാതാപിതാക്കളുടെ മക്കൾ ഏതാനും കിലോമീറ്ററുകൾ അകലെ ബാംഗ്ലൂർ പട്ടണത്തിൽ താമസിച്ചിട്ടും ഒരു നേരം പോലും അപ്പൻ്റെയും അമ്മയുടെയും വാതിൽക്കൽ ഇതെത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഹൃദയം തകർത്ത ഒന്നാണ്. അപ്പോൾ എന്താണ് നാം പഠിപ്പിക്കേണ്ടത്? പഠിക്കടി, ജോലി കിട്ടട, വലിയ വീട് വെക്കണം, പണം സമ്പാദിക്കണമെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, പഠിപ്പിക്കണം എന്നെ കൂടെ നോക്കിക്കൊള്ളണമേ എന്ന്. എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ അതൊരു ഉത്തരവാദിത്വമാണെന്നാണ് എൻ്റെ വിചാരം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് വല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: തിരുമേനി, ലോകത്തിലെ ഏതെങ്കിലും ജീവജാലങ്ങൾ സ്വന്തം അപ്പനെയും അമ്മയും നോക്കാറുണ്ടോ എന്ന് അവൻ ചോദിച്ച ചോദ്യമാണ്. Is there any species in the world to take care of their parents എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് ദൈവം അന്നേരം തോന്നിച്ച ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാല് മുതൽ തലവരെ പെരുത്തുന്നു ആ ചോദ്യം കേട്ടപ്പോൾ. ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു: എടാ മോനെ, ലോകത്തിലെ ഏതെങ്കിലും ജീവജാലങ്ങളിൽ ഇതുപോലെ മക്കളെ നോക്കുന്ന അപ്പനും അമ്മയും ഉണ്ടോടാന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം എന്താണ്? എന്താണ് നിങ്ങളവരെ പഠിപ്പിക്കുന്നത്? അത് കിട്ടുന്ന അന്തരീക്ഷമാണ് നമ്മുടെ ഭവനം. ഈ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റെടുത്ത് ഞാൻ ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പാകെ വരുന്ന പ്രധാനമായിട്ടുള്ളൊരു നിർദ്ദേശം, തിരുമേനി, നമുക്ക് കുറെ കൂടെ വളരെ ഡീസൻ്റായിട്ടുള്ള വൃദ്ധഭവനങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. പണം ഞങ്ങൾ തരാൻ തിരുമേനി, ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആരെയും ദുഃഖിപ്പിക്കുവാൻ പറയുന്നതല്ല. നമ്മൾ പണ്ട്, അല്ലെങ്കിൽ മക്കൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ പള്ളി കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് വാചാലരായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അവനോ വീടിൻ്റെ മുറ്റത്ത് 3 കാറാ, എന്തൊരു വലിയ വീടാ, എന്തൊരു സൗകര്യമാ. അഭിമാനത്തോടെ സംസാരിച്ചു, സന്തോഷം. 2ാം പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴും സംസാരിച്ചു. 3ാം പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ സംസാരത്തിൻ്റെ ശക്തി കുറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ഇനി ഇവൾ തിരികെ വരികയില്ല എന്ന്.
നോക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെ ഫിലോസഫി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ദർശനം, അത് പണമല്ല, അത് പദവിയല്ല, അത് ശ്രേഷ്ഠമായ ജീവിതവും കടമകളും കൂടെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മൾ പരാജയപ്പെടും എന്നാണ് എൻ്റെ വിചാരം. മൂന്നാമത്തെ അന്തരീക്ഷമാണ് പള്ളി. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. പള്ളി എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞില്ലേ, എന്നെയൊക്കെ ഞാനാക്കിയതിൻ്റെ വിവിധ ഘടകങ്ങളിൽ ഒന്ന് തുമ്പമണേറം സെൻറ് ജോർജ് പള്ളിയാണ്. പള്ളിയിൽ വളർന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചതുപോലും പള്ളിയിലാണ്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, കാടമ്പലാവിലെ തോമസ് അച്ഛൻ എന്ന് പറഞ്ഞ വളരെ വിശുദ്ധനായ ഒരു പുരോഹിതൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നു വികാരിയായി. കുറച്ച് പേർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് ഭവനങ്ങളിൽ നിന്ന് വൈകിട്ട് ഭക്ഷണം വേണ്ട. മദ്ബഹായിൽ കയറുന്ന ഞങ്ങളോട് അച്ഛൻ ഒരു ദിവസം ചോദിച്ചടാ, ഒരു 2 ചപ്പാത്തി ഉണ്ടാക്കി തരാമോ? വൈകിട്ട് അച്ഛന് 2 ചപ്പാത്തി, ഒരു കട്ടൻ ചായ, 4 സ്പൂണ് പഞ്ചസാരയിട്ട് കപ്പലണ്ടി വറുത്തത് കിട്ടുമെങ്കിൽ ഞങ്ങളുടെ മാത്തൂർ ജംഗ്ഷനിൽ നിന്നോ ഓമല്ലൂരിൽ പോയോ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇത് മതി അച്ഛന് വൈകിട്ടത്തെ ഭക്ഷണം. അത് വീട്ടിൽ നിന്ന് വേണ്ട. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കി തരാമോ? അങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് പള്ളിയിൽ. ഞാനത് തമാശ ആയിട്ട് എപ്പോഴും പറയാറുണ്ട്. ഈ ചപ്പാത്തി എത്ര പരത്തിയിട്ടും ആഫ്രിക്കയുടെ ഷേപ്പിലേ വരത്തുള്ളൂ. നമുക്കറിയാമല്ലോ. ഇതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെട്ട പാട്. ബുദ്ധിമാന്മാരായ ഞങ്ങളൊരു പരിഹാര മാർഗം കണ്ടുപിടിച്ചു. ചപ്പാത്തി പരത്തിയിട്ട് ചോറ്റുപാത്രം എടുത്ത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് സൈഡിൽ നിന്ന് മുറിച്ച് കളഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ചെന്നപ്പോൾ അച്ഛൻ വാ തുറന്ന് നോക്കിയിരിക്കും, ഉമരി ഷേപ്പിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇങ്ങനെ പള്ളിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയും പള്ളി കഴുകിയും പള്ളി തൂത്തും പള്ളി വൃത്തിയാക്കിയും ജീവിച്ച ഒരു മനുഷ്യനാ പ്രിയമുള്ളവരെ ഞാൻ. നിങ്ങളെന്തോ നിങ്ങളുടെ കുട്ടികളോട് പറയുന്നേ? പള്ളിയിൽ പോകുന്ന സമയം വേസ്റ്റ് ആണെന്നല്ലേ? പള്ളിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം വേസ്റ്റ് ആണെന്നാണോ പറഞ്ഞേ? അതോടെ സേവ് ചെയ്താൽ നീ പഠിക്കുമെന്നാണോ പറയുന്നേ? അതോടെ സേവ് ചെയ്ത് പഠിച്ചാൽ നീ വലുതാകുമെന്നാണോ പറയുന്നത്? ആകില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയുക അതാകില്ല, വലുതാകില്ല, വല്ലതായി പോവും. അതുകൊണ്ട് പരീക്ഷ വന്നാലും എൻട്രൻസ് കോച്ചിങ് ഉണ്ടായാലും ട്യൂഷൻ ഉണ്ടായാലും ഞായറാഴ്ച പള്ളി വിട്ട് ഒരു ജീവിതം വേണ്ട എന്ന് നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിക്കണം. എനിക്ക് പള്ളിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. യുവജനങ്ങളോട് ഞാനൊരു സൂചന മാത്രമാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിത്യജീവന്റെ ഉറവിടം, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവൻ പള്ളിയും പള്ളിപ്പരിസരവും വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശു ക്രിസ്തു സ്ഥാപിച്ചത് സഭയാണ്. ആ സഭയുടെ ആരാധനയില്ലാതെ ഒരാളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആരാധനയ്ക്ക് വിരുദ്ധമായി പള്ളിയെയും പള്ളിയുടെ പരിസരത്തെയും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിത്യജീവനിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ടാണ് പ്രയാസപ്പെട്ടാണ് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്, പാടില്ല പാടില്ല ചില കാര്യങ്ങളെന്ന്. നമ്മളും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെയൊക്കെ പറഞ്ഞ് അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. എന്താ എൻ്റെ അർത്ഥം? എന്തും പറയാവുന്ന സ്ഥലം പള്ളി. അതല്ല. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. പള്ളിയിൽ നിന്നും പള്ളി ആരാധനയിൽ നിന്നും പള്ളി പരിസരം ചുമ്മാതാണെങ്കിലും പറഞ്ഞു വിടണം. വൈകിട്ട് പോയി പള്ളിയിലൊന്ന് പോയി തിരികെത്തിച്ച് തിരിച്ചു വരട്ടെ. അഭിനന്ദനായി യൗസേബ് സിരിമീനയുടെ കാലത്താണ് ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്, ലക്ഷങ്ങൾ കോടികൾ മുടക്കി പണിയുന്ന പള്ളികൾ 4 മണിക്കൂർ 5 മണിക്കൂർ ഞായറാഴ്ച മാത്രം തുറന്നാൽ പോരാ, പിന്നെയോ വൈകുന്നേരങ്ങളിൽ തുറക്കണമെന്നും തിരികെത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ശക്തമായി നമ്മെ പഠിപ്പിച്ച ഒരാളാണ് അഭിനന്ദനായ യൗസേബ് സിരിമേനി.
അങ്ങനെ പള്ളികൾ വൈകിട്ടെങ്കിലും തുറക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ കൈപിടിച്ചൊക്കെ ഒന്ന് പോകാം പള്ളിയിലേക്ക്. ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റിക്കളയരുത് എന്ന് വിനീതമായ അപേക്ഷയാണ്. അടുത്ത അന്തരീക്ഷമാണ് കുട്ടി പഠിക്കുന്ന സ്ഥാപനം, സ്കൂൾ അല്ലെങ്കിൽ കോളേജ്. മതമില്ലാത്ത ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാം റാഷണലാണ്, എല്ലാം സയൻറ്റിഫിക്കാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. മനുഷ്യ ജീവിതത്തിനും പ്രകൃതി ജീവിതത്തിനും ഒരു മിസ്റ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ വശമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അറിയില്ല ഈ ലോകം ഇനി എങ്ങനെയാകും എന്ന്. ഒരിക്കലും സയൻസിന് ഞാൻ എതിരല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും എതിരല്ല. പക്ഷേ സയൻസും ശാസ്ത്രവും മാത്രമാണ് ജീവിതം എന്നുള്ളത് തെറ്റായ ഒരു പഠിപ്പിക്കുകയാണ്. ഒരു മതത്തിൻ്റെ, അതേത് മതവുമായിക്കൊള്ളട്ടെ, ലോകത്തിന് വേണ്ട ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ പ്രിയമുള്ളവരെ? ഞാൻ പറയും, ലോകത്തിലുള്ള സകലമാന പോലീസും പട്ടാളവും വിചാരിച്ചാലും ഈ ലോകത്തിലെ ജനതയെ ഡിസിപ്ലിനിൽ നടത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എങ്ങനെ ഇപ്പോൾ ഈ ഡിസിപ്ലിനൊക്കെ ഉണ്ടായെന്നറിയാമോ? ഓരോരുത്തരും അവരുടെ മതപാഠശാലകളിൽ, അത് സൺഡേ സ്കൂളായിക്കൊള്ളട്ടെ, മറ്റ് മതങ്ങളിലെ മറ്റ് സംവിധാനങ്ങളായിക്കൊള്ളട്ടെ, അവിടെ ചെറുപ്പം മുതൽ കേട്ടുപഠിച്ച ഡിസിപ്ലിൻ, സ്നേഹം, കരുതൽ, വിശുദ്ധി, ക്ഷമ, ഇതൊക്കെ ഒരാളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് പോലീസും പട്ടാളവും ഇല്ലാതെയും നിയമങ്ങളില്ലാതെയും ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട മതത്തിൻ്റെ കോൺട്രിബ്യൂഷനെ. ചില ആളുകൾ ഘോരഘോരം പറയുന്നുണ്ട്, മതം വേണ്ട, റിലിജിയൻ വേണ്ട, പള്ളി വേണ്ട. കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഡിസിപ്ലിൻ്റെയും പാഠങ്ങൾ നാം പഠിച്ചെടുത്തത് ഇവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വഴിവിട്ട് സഞ്ചരിക്കാതെ ഞാനും നിങ്ങളുമൊക്കെ, അല്ല പോലീസിനെ ഭയന്നിട്ടാണോ? തീർച്ചയായിട്ടും പോലീസും പട്ടാളവും ഒക്കെ വേണം, അതില്ലെങ്കിൽ നമ്മൾ വേഴ്സായി പോവും. പക്ഷെ അത് മാത്രമാണോ? അതല്ലെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഈ അന്തരീക്ഷം, കുടുംബം എന്ന് പറയുന്ന അന്തരീക്ഷം, അത് പഠിക്കുന്ന അന്തരീക്ഷം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യോഹന്നാനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, ഇതെല്ലാം ചേർന്ന ഒരു അന്തരീക്ഷത്തിലാണ് യോഹന്നാൻ വളർന്നത്. മാതാപിതാക്കളുടെ നീതിപൂർവമായ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടുകൂടി ഒരു ജീവിതം, കുടുംബത്തിലെ അന്തരീക്ഷം, ലഭ്യമായ മറ്റന്തരീക്ഷങ്ങളിൽ നിന്നൊക്കെ വലിയവനാകുവാനായിട്ടുള്ള ഒരു വലിയ ശക്തിയും പ്രേരണയും ലഭിച്ചവനാണ് യോഹന്നാൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും വലിയവരാക്കുവാനായിട്ടുള്ള പ്രയാണത്തിൽ ഇത് വിസ്മരിച്ചു പോകരുത് എന്നുള്ളത് ഒന്നാമത് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, വളരെ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സക്കറിയ പുരോഹിതന് ധൂപം കാട്ടുവാൻ ദേവാലയത്തിൽ പാർക്കുവാനായിട്ടുള്ള ടേൺ വന്നപ്പോൾ അദ്ദേഹം ദേവാലയത്തിൽ ധൂപാർപ്പണത്തിനായി പ്രാർത്ഥനയ്ക്കായിട്ട് ആ ദിവസങ്ങളിൽ അവിടെ താമസിക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടതും വചനം നൽകിയതും. എന്നാൽ ആ സമയത്ത് ധൂപം കാട്ടുന്ന നാഴികയിൽ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ജനം പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാളെ വലിയവനാക്കുന്നതിൽ ജനത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് ഒരു പങ്കുണ്ട് പ്രിയമുള്ളവരെ. കുടുംബ പ്രശ്നവുമായിട്ടൊക്കെ
ഭാര്യ ഭർത്താക്കന്മാർ എൻ്റെ അടുക്കൽ വല്ലപ്പോഴും വന്നിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയും ഈ മനുഷ്യനുമൊക്കെ എന്നെ നോക്കി പറയുക, അച്ഛ അല്ലെങ്കിൽ തിരുമേനി, ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാം. അയാൾ പോന്നെ പോട്ടെ, അവൾ പോന്നെ പോട്ട് തിരുമേനി, ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാം. ഞാൻ പറയുന്നു വളർച്ച നല്ല വളർച്ചയാകില്ല എന്ന്. അങ്ങനെ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, പിന്നെയോ ചുറ്റും നിൽക്കുന്ന സമൂഹം കൂടെ ഇതിനകത്തൊരു റോളുണ്ട്. അത് വളരെ കൃത്യമായി നിർവചിച്ചാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ സഭ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് തന്നെ. ആരാ പ്രിയമുള്ളവരെ മാമോദീസ മുക്കുന്നേ? സഭയാണ് മാമോദീസ മുക്കുന്നേ. ഇന്നത് പ്രൈവറ്റൈസ് ചെയ്തു. കുറച്ച് ആളുകളെ വിളിച്ച് മാമോദീസ ഒക്കെ നടത്തി ഒരു ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ മാമോദീസ എന്ന വിചാരം. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലിൽ അതല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ തലത്തൊടുന്ന ആളാണ് ആരാണെന്ന് മനസ്സിലാക്കണം. ആരാ തലത്തൊടുന്നേ? നിങ്ങൾ പറയാറില്ലേ ഇത് എൻ്റെ അവകാശമാണെന്ന്? എന്തവകാശം? ഞാൻ അമ്മാച്ചനാ, അമ്മാവിയാ, വല്യപ്പനാ, വല്യമ്മയാ, ഇത് എൻ്റെ അവകാശമാണെന്ന്. എന്തൊരവകാശം? ഒരവകാശവും ഇല്ല. മാമോദീസയ്ക്ക് പറയാനൊക്കത്തോണ്ട് ഇവിടെ വന്ന് പറയുകയാണേ, തലത്തൊടാൻ പോകുന്നവർ നല്ലപോലെ പഠിച്ചിട്ടേ പോകാവൂ, ചുമ്മാ കയറി പോയേക്കരുത്. എൻ്റെ ദൈവമേ, ചിലത് വന്ന് പറയുന്നത് എന്തോ ചെയ്യുന്നതെന്തോ ഒരു എത്തും പിടിയില്ലാതെ ഇതിങ്ങനെ അവകാശമായിട്ട് വന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക. കൊടുത്തില്ലെങ്കിൽ അന്ന് വലിയ പൂരം, വലിയ ബഹളം ഉണ്ടാക്കും. എന്താ പ്രിയമുള്ളവർ, ഞാൻ പറയും ഇടത് കൈ കൊണ്ട് ഇടത് കൈയിൽ പിടിച്ച് മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്താൻ. ഇതിന് ഇടത് കൈ അറിയത്തില്ല, വലത് കൈ അറിയത്തില്ല, മുഖം എങ്ങോട്ട് തിരിക്കണമെന്നും അറിയത്തില്ല. ഞാൻ വന്നിരിക്കുക, ചുമ്മാ പോവല്ലേ. ഇനി പറഞ്ഞു കൊടുക്കുമ്പോഴോ മാമോദീസ മുങ്ങുന്ന, ശരിക്കും പറയാനറിയാവോ എന്തിനാ വന്നേ? ഇവിടെ ഇത് പറയാനൊക്കത്തുള്ളൂ, കാരണം മാമോദീസയ്ക്ക് വന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തലത്തൊടാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ട് വേണം പൊക്കോളാൻ. ഇടത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ ഇടത് കൈയിൽ പിടിച്ച് കുഞ്ഞിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ച് സാത്താനെ 3 പ്രാവശ്യം തള്ളിപ്പറയണം. വലത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ വലത് കൈയിൽ പിടിച്ച് മുഖം കിഴക്കോട്ട് തിരിച്ച് മശിഹ തമ്പുരാനെ ഏറ്റുപറയണം 3 പ്രാവശ്യം. അതാണ് പ്രധാന റോള്. ഞാൻ പറഞ്ഞു വന്നത് സഭയുടെ റോൾ എന്താണ്? ആരാണ് തലത്തൊടുന്ന ആള്? അങ്ങനെ കുടുംബാംഗങ്ങളാകണമെന്ന് സഭയ്ക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അച്ഛൻ നിർബന്ധപൂർവ്വം പറയും. ചിലപ്പോൾ അച്ഛനോടും കിടന്ന് വഴക്കുണ്ടാക്കും. അച്ഛൻ പറയും ഓർത്തഡോക്സ് സഭ വിശ്വാസിക്ക് മാത്രമേ തലത്തൊടാൻ അവകാശമുള്ളൂ. ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം തലത്തൊടുന്ന ആൾ സഭയുടെ പ്രതിനിധിയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ മാമോദീസ തൊട്ടിയിൽ നിന്നും കുഞ്ഞിനെ തലത്തൊടുന്ന ആളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണം. പാട്ട് മാമോദീസ നീരിൽ നിന്നും കരേറി വരുന്ന ഈ കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തപ്പോൾ തലത്തൊട്ടാൾ വാങ്ങി, സഭ വാങ്ങി, സഭയ്ക്ക് വേണ്ടി വാങ്ങി. അതാണ്. അപ്പോൾ മാമോദീസ ഏൽക്കുന്ന സമയം മുതൽ ഈ കുഞ്ഞ് സഭയുടെ പരിലാളനയിൽ സഭയിലാണ് വളരുന്നത്. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനം പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ കമ്മ്യൂണിറ്റിക്ക്, ഈ സമൂഹത്തിന് റോളുണ്ട്. ഞാനും നിങ്ങളും പ്രത്യേകിച്ചും പ്രായമുള്ളവരൊക്കെ അങ്ങനെയൊക്കെയാണ് വളർന്നത്. ഞാനൊരിക്കലും ഇപ്പോഴേ പള്ളിയിൽ ഒറ്റക്കാലിൽ നിൽക്കാറില്ല. അത് കുറേ വർഷങ്ങളായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷകർക്ക് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇതൊന്ന് പറഞ്ഞായിരുന്നു. ഒറ്റക്കാലിൽ നിൽക്കുന്ന ശുശ്രൂഷകരും ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ശുശ്രൂഷകരും ഒക്കെ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഒറ്റക്കാലിൽ പണ്ട് പോലെ നിൽക്കുക. അതിൻ്റെ കാരണമുണ്ട്. എസ് കൊച്ചമ്മയും ഞങ്ങളും എല്ലാം ഒരു പള്ളിയിലെ ഞങ്ങളുടെ രാജൻകുട്ടി ചായൻ ഈ 1 മാസമായുള്ള അദ്ദേഹം നിദ്ര പ്രാപിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റക്കാലിൽ നിന്നാൽ, ഞാൻ നിന്നിട്ടുണ്ട്, കാലിൻ്റെ മുട്ടിന് വന്ന് മടക്കിന് വന്ന് പുറകിൽ നിന്ന് അടിക്കും, മുട്ടുകുത്തി താഴെ വീഴും. കൈ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി മേലാൽ പള്ളിയിൽ ഒറ്റക്കാലിൽ നിൽക്കരുതെന്നും. ആരെങ്കിലും ആരാധന മധ്യേ വർത്തമാനം പറഞ്ഞാൽ വർത്തമാനം പറയുന്നവരുടെ തല കൂട്ടിയിടിക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണാടി കൊണ്ട് ഏറ് കിട്ടാത്ത കൊച്ചമ്മയ്ക്കും കിട്ടിയിട്ടില്ലയോ?
ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിലും എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായ കാര്യം, ഞാൻ വിശുദ്ധ മദ്ബഹായിൽ 8ാം ക്ലാസ്സിൽ ശുശ്രൂഷയിൽ പ്രവേശിച്ചപ്പോൾ അന്നത്തെ ഫാഷൻ അനുസരിച്ച് എൻ്റെ ചെവിയുടെ മേളിൽ കൂടെ ഹിപ്പി സ്റ്റൈലിൽ മുടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മദ്ബഹായിൽ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു, അടുത്ത ആഴ്ച മദ്ബഹായിൽ കയറുന്നൊണ്ണെ ചെവിയുടെ മുകളിൽ കൂടെ ഈ മുടി ഉണ്ടെങ്കിൽ ധൂപക്കുറ്റിയിൽ ഞാൻ തീ കോരിയിടും, അതുകൊണ്ട് വെട്ടിക്കൊണ്ടേ വരാമെന്ന്. അന്ന് എന്നോട് നാട്ടുകാരൊക്കെ പറഞ്ഞിടാം നിന്നെ നല്ല സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരുന്നതാണ്. വളരെ വിഷമത്തോടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, രായൻകുട്ടിച്ചായൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച മദ്ബഹായിൽ കയറണമെങ്കിൽ മുടി മുറിച്ചിട്ടേ പോകാനായിട്ടൊക്കെ ഉള്ളെന്ന്. അന്നേരം തന്നെ, അന്ന് 5 രൂപ മതി, അന്നേരം തന്നെ 5 രൂപ എടുത്തിട്ട് പറഞ്ഞ് നാളെ തന്നെ ഈ കർമ്മം നിർവഹിച്ചോണമെന്ന്. ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു രായൻകുട്ടിച്ചായൻ ഉണ്ടോ പ്രിയമുള്ളവർ? ഒരു രായൻകുട്ടിച്ചായനും വരത്തില്ല. കാരണം എന്താ? ആ കൊച്ചിനെ ഒന്ന് തൊട്ടാൽ മതി രായൻകുട്ടിച്ചാനാകുന്നവൻ്റെ തല തല്ലിപ്പൊളിക്കും ഈ അപ്പനും അമ്മയും കൂടെ. ഒരു സൺഡേ സ്കൂൾ അധ്യാപകരും ഇല്ല കൂടെ, ഒരു രായൻകുട്ടിച്ചായനും ഇല്ല. സമൂഹത്തിൻ്റെ റോൾ ഇല്ലാതായി പോയി പ്രിയമുള്ളവരെ. വളരെ ഇച്ചിരി നാണക്കേടോടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് സിനിമയ്ക്ക് പോയതാ. കുട്ടികളൊന്നും ചെയ്യണ്ട കേട്ടോ. അത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് നമ്മുടെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സേവന വാരമാണല്ലോ. ഒരു ആഴ്ചക്കാലം സ്കൂളിൽ ചെല്ലണം, അറ്റൻഡൻസ് എടുക്കണം, പിന്നെ റോഡ് വൃത്തിയാക്കൽ, സ്കൂൾ വൃത്തിയാക്കൽ. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അറ്റൻഡൻസ് ഒക്കെ എടുത്ത് ആ മോർണിംഗ് ഷോയ്ക്ക് വേണ്ടി ഒരു മുങ്ങൽ മുങ്ങി. തിരിച്ചു വന്നു, വീണ്ടും ജോലിയൊക്കെ ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ പേരക്കമ്പിൽ നിന്ന് നല്ലൊരു പേരക്കമ്പും വെട്ടിപ്പിടിച്ച് അപ്പൻ നിപ്പുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെ ഒന്നും ബസ്സൊന്നുമില്ല. മാത്തൂർ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോയവർ, എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നാണ്, എൻ്റെ വീട്ടിലെ അപ്പനോടോ അമ്മയോടോ വിളിച്ചു പറഞ്ഞു, ബിനു പത്തനംതിട്ട നിൽക്കുന്നത് കണ്ടല്ലോ എന്ന്. അപ്പോഴേ അപ്പൻ്റെ അമ്മയുടെയും തലയിൽ ഒരു ലഡു പൊട്ടി. ഓമല്ലൂരിൽ പഠിക്കുന്ന ബിനു പത്തനംതിട്ടയിൽ ഇങ്ങനെ വന്നു. അന്വേഷിച്ചു, അങ്ങനെ അവർ കണ്ടെത്തി. അന്ന് അടിച്ച അടിയുടെ പാട് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് എന്താണ്? ബിനു നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ബിനുവിനെ കണ്ടാൽ അത് വീട്ടിൽ അപ്പനോടും അമ്മയോടും പറയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു നാട്ടുകാർക്കും ഒരു നാടിനും ഉണ്ടായിരുന്നു. ഞാൻ പറയും, ബിനു എന്ന ഞാൻ ഈ സെറാഫിൻ തിരുമേനിയായി ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ദൈവനിശ്ചയവും കുടുംബത്തിൻ്റെ അന്തരീക്ഷവും എൻ്റെ പള്ളിയും പിന്നെ എൻ്റെ മാത്തൂരെ നാട്ടുകാരുമാണ് സംരക്ഷിച്ച് പിടിച്ചത് കൊണ്ടാണ്. എന്ത് റോളാണ് ഉള്ളതെന്ന്. പിന്നെ തന്നെയല്ല, ഈ കാലഘട്ടത്തിൽ അങ്ങേപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാൽ ആകാശവാണിയായി ഇങ്ങനെ ഓടി നടന്ന് പറയാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയുമാണല്ലോ. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഒറ്റയ്ക്കാർക്കും ഒരു കൊച്ചിനെ വളർത്താനൊക്കില്ല എന്നാണ്. അതിനൊരു സമൂഹത്തിൻ്റെ റോളുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ റോളുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ വലിയവനായെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതാ. ഒരു ജനസമൂഹത്തിൻ്റെ സംരക്ഷണയിലാണ് യോഹന്നാൻ വളർന്നത്. നമ്മുടെ പിള്ളേരൊക്കെ വലിയ അപകടത്തിലാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ നിശ്ചയിച്ച് തുറന്നു കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്ന ഓരോ മുറിയും അപകടമാണെന്ന് ഞാൻ പറയും. പേടിപ്പിക്കാനല്ല, സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ മുറിയുടെ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് പലർക്കും വലിയ ബോധ്യമില്ല. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ചില കുട്ടികളെക്കുറിച്ചൊക്കെ അവൾ ചില കാര്യങ്ങൾ ഞാൻ കണ്ടു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ആദ്യം നിഷേധിക്കുന്നത് അപ്പനും അമ്മയുമായി. എൻ്റെ മകൻ എൻ്റെ മകൾ ചെയ്യില്ലെന്നാ. ഞാൻ എല്ലാവരെയും അവിശ്വസിക്കണമെന്നോ അവരെല്ലാവരും തെറ്റാണെന്നോ ഒന്നുമല്ല. പക്ഷേ ഇതൊന്ന് കേൾക്കണേ, വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ളവർ. ബാംഗ്ലൂരിൽ ഞാൻ ജീവിച്ചത് കൊണ്ടും ശുശ്രൂഷ ചെയ്തുകൊണ്ടും പറഞ്ഞതാണ്. അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ വളരെയധികം ഡീസൻ്റാണ്. പക്ഷെ പഠിക്കാൻ വരുന്നവരും ജോലി ചെയ്യാൻ വരുന്നവരും
ചിലർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ നേർസാക്ഷിയായി നിന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. അടുത്തത് പേരിടിയിലാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പനും അമ്മയ്ക്കും അങ്ങനെ ഒരു വെളിപാടുണ്ടായിട്ടുണ്ട്. അതിലവർ നിർബന്ധം പിടിക്കുകയാണ്. നാട്ടുകാരൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ഈ പേരുകാർ നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ നിർബന്ധം? ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രിയമുള്ളവർ? നമ്മളെങ്ങനെയാണ് പേരിടുന്നത്? ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്തുവാ? സ്കാൻ ചെയ്ത് നോക്കൂ, ഇത് ആണാന്നോ പെണ്ണാന്നോ എന്നറിയണം. അന്നേരം മുതൽ പിന്നെ തിരയുക, കൊച്ചിൻ്റെ പേരെന്താണ്. അങ്ങനെ പേര് തിരഞ്ഞ് അപ്പനും അമ്മയ്ക്കും തിരയുമ്പോഴും ഉള്ളിലുണ്ട്, എൻ്റെ പേരിൻ്റെ കുറച്ചക്ഷരമെങ്കിലും ഈ പേരിനകത്ത് വേണം, അല്ലേ? അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും പേരിലുള്ള കുറച്ച് അക്ഷരങ്ങളൊക്കെ ചേർത്ത് കൊച്ചിന് പേരിടും. ഒരർത്ഥവും ഇല്ല. അങ്ങനെയാണോ വീട്ടിൽ പേരിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പേരിട്ടതിനകത്ത് ഇതുപോലൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ബിനു, ബിജു, ബിന്നി. അപ്പന് നിർബന്ധമുണ്ട് ബിയിൽ ആരംഭിക്കണമെന്ന്. ഇതാണോ പേരിടിയിൽ? സഭയ്ക്കൊരു പേരിടിയിലുണ്ട് പ്രിയമുള്ളവരെ. ആ പേരിനൊരർത്ഥമുണ്ട്. അത് വേദപുസ്തകത്തിലെ പേരാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹ്വേ ഈസ് ഗ്രേഷ്യസ് എന്നാണ്. അർത്ഥമുള്ള പേര്. ആ പേരെപ്പോഴാണ് ഇടുന്നതെന്നറിയാവോ? എല്ലാം കണ്ടിട്ടുണ്ടോ? അത് മാമോദിസ കൂദാശയുടെ ഇടയ്ക്കാണ്. ആ പേരെഴുതുമ്പോൾ, മാമോദിസ കൂദാശയിൽ ആ പേര് പുസ്തകത്തിൽ എഴുതുമ്പോൾ ഉള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ സമ്മറി ഞാൻ പറയാം. ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ പേർ ഈ പുസ്തകത്തിൽ എഴുതുന്നതോടുകൂടി ജീവൻ്റെ പുസ്തകത്തിൽ ഈ പേരെഴുതപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് രജിസ്റ്ററിൽ പേരെഴുതുന്ന ഒരു സഭയിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ കുർബാനയ്ക്ക് കൊടുക്കുന്ന പേരതാണ്. എൻ്റെ മാമോദീസ, എൻ്റെ ജീവൻ്റെ പുസ്തകത്തിലെ പേര് ഏബ്രഹാമാണെന്നിരിക്കെ എൻ്റെ കുർബാനയ്ക്ക് കൊടുക്കുന്ന പേര് ബിനു ആയാൽ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ വിചാരം. ദൈവത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല. പിന്നെയോ ഞാൻ പറയും, ദൈവാധീനമായി സ്വർഗരാജ്യത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാത്തത് അല്ല. ജീവൻ്റെ പുസ്തകത്തിലെ പേര് ഏബ്രഹാം, കൊടുത്ത പാസ്വേഡ് ബിനു, റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഈ കുർബാനയ്ക്ക് പേര് കൊടുക്കുമ്പോഴേ ഈ ജീവൻ്റെ പുസ്തകത്തിലെ പേര് കൊടുക്കണം. അല്ലാതെ ബിനു, ബിജു, ബിന്നി കൊടുത്തിട്ട് കാര്യമില്ല. ഏബ്രഹാം, ഐസക്, ജേക്കബ് കൊടുക്കണം. പിന്നെ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞോട്ടെ, എന്തെങ്കിലും കുത്തിക്കുറിച്ച് വെക്കല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കുർബാന ചൊല്ലുന്ന പുരോഹിതന് ഈ പേരെല്ലാം അറിയാവുന്ന? നിങ്ങൾ വൃത്തിയായും ഭംഗിയായും എഴുതി കൊടുത്താൽ ആ പേര് വായിക്കും. തുയോബോയ്ക്ക് കാസ പിലാസ പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ മുമ്പാകെ കുറേ പേരുകളുണ്ട്. നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിലും താഴെയാണ് ത്രോണോസ്. ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ കണ്ണ് പിടിക്കണം. ആ കണ്ണ് പിടിക്കുമ്പോൾ ഭംഗിയായി എഴുതി വെച്ചിട്ടില്ല എങ്കിൽ വായിക്കാനൊക്കെ ഇല്ല പേര്. അതുകൊണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. എന്തെങ്കിലും എഴുതി എങ്ങനെയെങ്കിലും എഴുതി വെച്ചിട്ട് പോകരുതേ. കൃത്യമായി ഈ പേര്, ജീവൻ്റെ പുസ്തകത്തിലെ പേര് എഴുതി കൊടുക്കണം. അത് കൃത്യമായി ലെജിബിളായിട്ട് എഴുതണം. ഇംഗ്ലീഷോ മലയാളമോ ആയിക്കൊള്ളട്ടെ. നമ്മുടെ ഡൽഹി ഭദ്രാസനത്തിലെ സാം ഗബ്രിയേൽ അച്ഛന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. വെറുതെ പേരെഴുതി വെച്ചിട്ട് പോയാലൊക്കെ ഇല്ല. അച്ഛനെ വിളിച്ച് പറയണം, മറിയാമ്മ. എന്തിനാ മറിയാമ്മയുടെ പേരെഴുതിയെന്ന് അച്ഛൻ അറിയണം. അച്ഛൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? മറിയാമ്മയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. മറിയാമ്മയുടെ പേര് പ്രത്യേകം പ്രാർത്ഥിക്കണമെങ്കിൽ മറിയാമ്മയോ മറിയാമ്മയുടെ ബന്ധുക്കളോ വിളിച്ച് അച്ഛനോട് പറയണം, മറിയാമ്മയ്ക്ക് വേണ്ടി ഇന്ന കാര്യം പ്രാർത്ഥിക്കണമെന്ന്. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത്. നമ്മളിത് ചുമ്മാ എഴുതി വച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ട് പേരെഴുതുന്നതിനും പേരോർക്കുന്നതിനുമൊക്കെ ഒരു ക്രമമുണ്ട്.
ക്രമം കെടുക്കുന്നതിൻ്റെ പേര് അക്രമം. നിങ്ങൾ പലരും ഇപ്പോൾ അക്രമമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പേരിന് വളരെ പ്രാധാന്യമുണ്ട്. വലുതാകുന്നതിൻ്റെ കാര്യത്തിൽ അതുകൂടെ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ യോഹന്നാൻ്റെ ജീവിതത്തിന് ഒരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. അവൻ മാതാപിതാക്കൾക്ക്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകും, അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും, മറ്റുള്ളവർക്കും സന്തോഷമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനാകും, അവൻ മീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. എല്ലാം വിശദീകരിക്കാനുണ്ട് കേട്ടോ, ഇതെല്ലാം വിശദീകരിക്കണ്ട. വീഞ്ഞും മദ്യം എവിടുന്ന ആദ്യം ഇപ്പോൾ കുടിക്കുന്നതെന്നറിയാമോ? എവിടുന്നാ? ആ സ്വന്തം വീട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ ലൈവായല്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നോ. ആദ്യത്തെ കുടി വീട്ടിൽ നിന്നോ പള്ളിയിൽ നിന്നോ ആണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അപ്പനും ഉപയോഗിക്കുന്ന അമ്മയും വീട്ടിൽ വാങ്ങി വച്ചിരിക്കുന്നത് കുടിച്ചു തുടങ്ങുന്നു. ക്രിസ്മസ് കരോളിനും അതിനോടനുബന്ധിച്ച പ്രവർത്തനത്തിലും ഒരു 7-ാം ക്ലാസ് മുതലുള്ളവൻ കുടിച്ചു തുടങ്ങുന്നു എന്ന് ചിലർ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിഗ്ലക്റ്റ് ചെയ്തു. ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, ഇസ്രായേൽ മക്കളെ ദൈവത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരും, കർത്താവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കും. ഒരുത്തൻ ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തെ കൃത്യമായി നിർവചിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവൻ ജനിക്കുന്നതെന്ന്, എന്തിനാണ് അവൻ ജീവിക്കുന്നതെന്ന്, എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് ഉള്ളത്? ഇന്ന് ഞാനൊരു കുട്ടിയോട് പറഞ്ഞു, എൻ്റെ മോളെ, അവളിപ്പോൾ എൻജിനീയറിങ്ങിന് വിദേശത്ത് പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ഞാൻ അവളോട് പറഞ്ഞു, നീ തിരികെ കൊടുക്കേണ്ട സമയമാണിത് പലർക്കും. അതിലൊന്ന് പള്ളിയാണ്. നിന്നെ ഈ ചെറുപ്പം മുതൽ 12-ാം ക്ലാസ് വരെ സൺഡേ സ്കൂളും പഠിപ്പിച്ച് യുവജന പ്രസ്ഥാനത്തിലും മനുഷ്യ മണിക്കൂറുകൾ നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തും പണം മുടക്കിയും നിന്നെ വളർത്തിയ ഈ പള്ളിക്ക് നീ ഇനി തിരികെ കൊടുക്കണം. നിന്റെ സമയം, നിന്റെ പണം തിരിച്ചു കൊടുക്കണം. കാരണം നീ കൊടുക്കുമ്പോൾ മാത്രമേ അടുത്ത തലമുറയിൽ അതവർക്ക് ലഭിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്ന, അത് വീട്ടിലെ കാര്യമായാലും പള്ളിയിലെ കാര്യമായാലും സമൂഹത്തിലെ കാര്യം, ഒരു പ്രതിബദ്ധതയുമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? തിരികെ കൊടുക്കണ്ടേ? എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ, മക്കളെ, കൊച്ചുമക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പള്ളി തരുന്നത് നിങ്ങൾക്ക് കഴിവാകുമ്പോൾ തിരികെ നൽകണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യോഹന്നാൻ അങ്ങനെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. ഒരു വാക്യം അവസാനം എഴുതിയിട്ടുണ്ട് 80-ാമത്തെ വാക്യത്തിൽ, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിനെ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയവരാകണമെങ്കിൽ ഒരല്പം മരുഭൂമി ജീവിതം കൂടെ വേണം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരെയൊക്കെ ലോകത്തിൻ്റെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കുകയുള്ളൂ. കാരണം മരുഭൂമിയിലൂടെയാണ് ജീവിച്ച്. എന്താ മരുഭൂമി? ഇല്ലായ്മയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാവോ? സർപ്ലസാണ്, ഇല്ലായ്മയും. അതുകൊണ്ടാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കണം. എന്തിനാ എന്നെ സൂക്ഷിച്ച് നോക്കുന്നേ? തിരുമേനി വന്ന് ഞങ്ങൾക്ക് പാര വെച്ചിട്ട് പോകാമെന്നൊന്നും പറയാം. വീട്ടിൽ ജോലിയൊക്കെ ചെയ്യിപ്പിക്കണമെന്നേ. ഒന്നുമല്ലെങ്കിൽ ആ കഴിക്കുന്ന പാത്രമെടുത്ത്, നിങ്ങളുടെ വീട്ടിൽ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ പോലും ഈ കഴിക്കുന്ന കുട്ടിയെ കൊണ്ട് അതൊന്ന് വാഷ് ചെയ്യിപ്പിച്ച് ആ ഡിഷ് വാഷറിൽ ഇടിപ്പിക്കണം. അവരെ കൊണ്ട് തുണി അലക്കിപ്പിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അവരെ കൊണ്ട് അലക്കിപ്പിക്കണം, അവരെ കൊണ്ട് തുണി തേപ്പിക്കണം. നിങ്ങളെന്താ വിചാരിച്ചേ? മക്കൾക്കെല്ലാം കൊടുക്കുന്നതാണോ പേരൻറ്റിങ്? ഒരല്പം മരുഭൂമിയൊക്കെ ഉണ്ടാകട്ടെ. നീ പിള്ളേരൊന്ന് ശക്തരാകട്ടെ, മനസ്സൊക്കെ ഒന്ന് ഒരു മനസ്സിനൊക്കെ ഒരു ശക്തി ഉണ്ടാകട്ടെ. ഒരു അടുക്കളയിൽ വെള്ളമിരിപ്പുണ്ട്. അടുക്കളയ്ക്ക് തൊട്ടടുത്ത് മുറിയിലിരുന്നൊരുത്തം പഠിക്കുക. അവൻ അവിടെ ഇരുന്ന് ഓർഡർ കൊടുക്കും. അമ്മയെ വെള്ളം, പാവപ്പെട്ട അമ്മ വളരെ വിനയാന്യതയായി വെള്ളം പിടിച്ചുകൊണ്ട് ഈ 9-ാം ക്ലാസ്സുകാരൻ്റെ മകൻ വെള്ളം കൊണ്ട കൊടുക്കും. അത് കഴിയുന്നുണ്ട് അവൻ അടുത്ത ഓർഡറാണ്, അമ്മയെ കാപ്പി. അമ്മ ഉടനെ കാപ്പിയും വേണം. ഇവൻ ആ അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിച്ചാൽ ഏതാണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമോ? എന്താ നമ്മൾ പഠിപ്പിക്കാത്തത്?
ഒരല്പം മരുഭൂമിയൊക്കെ ഉണ്ടാകട്ടെ, നീ ജീവിതത്തിൽ ചില കഷ്ടപ്പാടൊക്കെ ഉണ്ടാകട്ടെ. ഇതൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട മഹാമാരിയും എല്ലാം കൂടെ ഇളകി വന്നാലും പിടിച്ചു നിൽക്കും. ഞങ്ങൾ ചില കൊച്ചച്ഛന്മാരൊക്കെ ഇങ്ങനെ പറയും, തിരുമേനി ഭയങ്കര വിമർശനമൊക്കെയാണ്. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛ, ദിവസവും ഇതിൻ്റെ 100 ഇരട്ടി കേട്ടാ നമ്മൾ ജീവിക്കുന്നത്. കേട്ടാ ഇത് എന്നെ ഇട്ടിട്ട് പോകേണ്ടതാണ്. പക്ഷേ അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് മനസ്സിനൊരു ശക്തി ഉണ്ടായതുണ്ടല്ലോ, പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് 3 സഹോദരന്മാർക്കും കൂടെ ജീവിക്കാൻ ഒരു മുറി. ജെസ്സി കൊച്ചമ്മയ്ക്കറിയാം, ഞങ്ങൾ വലിയ പണക്കാരൊന്നും അല്ലായിരുന്നു. 3 സഹോദരന്മാർക്കും കൂടെ പഠിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒരു മുറി കഷ്ടിച്ചായിരുന്നു പ്രിയമുള്ളവർ. ബാത്ത് അറ്റാച്ച് റൂമൊന്നും ഇല്ലായിരുന്നല്ലോ. ധൈര്യമുണ്ട് ജീവിക്കുമെന്ന്. ആ ധൈര്യം കിട്ടിയത് ഈ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാം കൊടുക്കുന്നതാണ് പേരൻറ്റിംഗ് എന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ആത്മാവിൽ ബലപ്പെടണം, മനസ്സിൽ ബലപ്പെടണം, ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാകണം. പക്ഷേ ഈ കാലഘട്ടത്തിലെ പോലെ ഇങ്ങനെ തീറ്റരുതേ. 12 മക്കളെ പെറ്റൊരമ്മ, ആകെ കഴിക്കാൻ ഒരുത്തനോ 2 പേർക്കോ ഉള്ള ഭക്ഷണം എല്ലാം കൂടെ വീതിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പോഴോ വീട്ടിൽ 1 അല്ലെങ്കിൽ 2 കഴിക്കാൻ 12 മക്കളുടെ ഭക്ഷണമുണ്ട്. എന്നിട്ടും തിരുമേനി ഒന്നും കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത്. നോമ്പൊക്കെ പിടിപ്പിക്കട്ടെ നിങ്ങളുടെ. കാതോലിക്ക ബാവയുടെയും തിരുമേനിയുടെയും കൽപ്പന വായിച്ചപ്പോഴല്ലായിരുന്നു നോമ്പ് പിടിച്ചെന്ന് മനസ്സിലായത്. അമ്മയെന്ന് ഇറച്ചി വേവിക്കുന്ന ചട്ടിയും മീൻ വേവിക്കുന്ന ചട്ടി എടുത്ത് കമഴ്ത്തി വെച്ചോ, അന്നറിഞ്ഞിരുന്നു നോമ്പ് പിടിച്ചെന്ന്. ഇനി ഇത് മലർക്കണമെങ്കിൽ 50 ദിവസം കഴിയണമെന്ന്. വീട്ടിലായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ജീവിതത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നത്, മനസ്സിനൊരു ഉറപ്പുണ്ടാകുന്നത്. ഏത് മഹാമാരി വന്നാലും ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു പ്രേരണയുണ്ടായത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കൃപ, പ്രാർത്ഥനയുടെ ശക്തി, മനസ്സിൻ്റെ ബലം അതുണ്ടായത് ഈ പട്ടിണിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സർപ്ലസാണ്. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് യോഹന്നാൻ വലിയവനായതിൻ്റെ പല കാരണങ്ങളുണ്ട്. അത് ഈ സന്ധ്യയിൽ മാതാപിതാക്കൾ, വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ ഒന്ന് കേൾക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളാകട്ടെ. നമ്മളുടെ മക്കൾ ഉത്തരവാദിത്വമുള്ളവരാകട്ടെ. നമ്മുടെ കൊച്ചുമക്കൾ വിശുദ്ധിയിലും ബലത്തിലും ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ.